നമസ്കാരം. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിറ്റിസൺ റിപ്പോർട്ടർ 2014 രണ്ടാം റൗണ്ട് മത്സരങ്ങളാണ് ആരംഭിക്കുന്നത്. പുതിയ വേദി, പുതിയ വർഷം, പുതിയ മത്സരങ്ങൾ. 3 മത്സരങ്ങളാണ് ഈ വേദിയിൽ നടക്കുക. 3 മത്സരങ്ങളിലും മത്സരാർത്ഥികൾ കൊണ്ടുവരുന്ന വാർത്തകൾ ഇവിടെ പ്രദർശിപ്പിക്കും. മന്ത്രിക്ക് ഒരു കത്ത്, അഴിമതി, അതുപോലെ കൗതുകം, ഈ 3 വിഷയങ്ങളിലാകും മത്സരാർത്ഥികൾ വാർത്തകൾ അവതരിപ്പിക്കുന്നത്. മത്സരങ്ങളിലേക്കും മത്സരാർത്ഥികളിലേക്കും കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ്, മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകനുമായ ശ്രീ എൻ മാധവൻകുട്ടി. നമ്മുടെ പാനൽ ജഡ്ജ് ഹരീഷ് പി കടയപ്പുറത്ത്. നമ്മുടെ പാനൽ ജഡ്ജ് റാണി നികേഷ്. വിധികർത്താക്കളെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി മത്സരാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം വേദിയിലെത്തുന്നു ബിന്ദു വിനോദ്. ആദ്യ റൗണ്ട് മത്സരങ്ങളൊക്കെ പൂർത്തിയാക്കി നമ്മുടെ രണ്ടാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയ വർഷം, പുതിയ മത്സരങ്ങൾ. 2014 തുടങ്ങി 2015 തട്ടകത്തിലാണിപ്പോൾ സിറ്റിസൺ റിപ്പോർട്ടർ. എന്ത് തോന്നുന്നു ഈ അനുഭവം? വളരെ നല്ല അനുഭവമാണ്. ഞാൻ എൻജോയ് ചെയ്യുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ രണ്ടാമത് മത്സരാർത്ഥി വേദിയിലേക്ക് എത്തുന്നു നിതിൻ രാജ്. നിതിൻ രാജ്, നമസ്കാരം. നമ്മുടെ ആദ്യ റൗണ്ട് മത്സരങ്ങളൊക്കെ പിന്നിട്ടു. എന്ത് തോന്നുന്നു സിറ്റിസൺ റിപ്പോർട്ടർ പരിപാടി? തീർച്ചയായിട്ടും വളരെ വലിയൊരു അനുഭവമാണ് ആദ്യ റൗണ്ട് മത്സരങ്ങൾ തന്നിട്ടുള്ളത്. ഒരുപക്ഷെ അത് തന്നെയാണ് ഈ പുതുവത്സരത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ മാറ്റവും. കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനം ഒരു ചാനലിൽ ആദ്യമായി വാർത്ത വായിക്കുന്നു. അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് ഒരു വാർത്തയെ തേടിയുള്ള ഒരു യാത്രയിലൂടെ പുതിയ വർഷം തുടങ്ങുന്നു. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മത്സരവേദിയിൽ നിൽക്കുന്നതും അതുവഴി ഒരു പുതുവത്സരത്തിലൂടെ കടന്നു പോകുന്നതൊക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ മൂന്നാമത് മത്സരാർത്ഥി എത്തുന്നു ഫ്രാൻസിസ് ജോൺ. ചേട്ടാ, സിറ്റിസൺ റിപ്പോർട്ടറിന്റെ രണ്ടാം റൗണ്ട് മത്സരങ്ങളാണ് നടക്കുന്നത്. അതെ, വാർത്തകളാണ് ഇവിടെ മത്സരിക്കുന്നത്. അതെ. കഴിഞ്ഞ തവണത്തെ പോലെ പ്രായത്തിൻ്റെ പരിഗണന അല്ലെങ്കിൽ തമാശ, അതിനൊന്നും സാധ്യതയില്ലാത്ത വേദി. ഗൗരവപരമായ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാർത്തകളെ ഗൗരവമായി കാണേണ്ട സമയമാണ്. അങ്ങനെ ഗൗരവമായി തന്നെയാണോ കാണുന്നത്? ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഗൗരവമായ വാർത്തകളുമായാണ് ഫ്രാൻസിസ് ചേട്ടൻ രണ്ടാം റൗണ്ട് മത്സരങ്ങൾക്ക് എത്തിയിരിക്കുന്നത്. അതെ, മത്സരാർത്ഥികളെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി മത്സരങ്ങളുടെ മുഹൂർത്തമാണ്. മന്ത്രിക്ക് ഒരു കത്ത് എന്ന വിഷയത്തിൽ വാർത്തയുമായി എത്തുന്നു ബിന്ദു വിനോദ്. KSRTC പെൻഷൻകാർ ദീർഘകാലമായി മാനേജ്മെന്റിന്റെയും സർക്കാരിന്റെയും അവഗണനയും പീഡനവും സഹിക്കുകയാണ്. 2007 മുതൽ തുടർച്ചയായി സമരരംഗത്താണ്. എല്ലാ മാസവും 1-ാം തീയതി തോറും കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ 4-ാം തീയതിയിലേക്കും പിന്നീട് 6-ാം തീയതിയിലേക്കും മാറ്റി. 2007 ഏപ്രിൽ മാസം മുതൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എന്ന പതിവായി. 2013 ഫെബ്രുവരി മുതൽ അതത് മാസങ്ങളിൽ വിതരണം ചെയ്യാതെ പല മാസങ്ങളിലും കുടിശ്ശിക വരുത്തി. കഴിഞ്ഞ ഓണക്കാലത്ത് കുടിശ്ശിക 4 മാസം വരെയായി. ഓണത്തിനു മുമ്പ് മുഴുവൻ പെൻഷനും കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായി. ഓഗസ്റ്റ് മാസത്തിൽ 4 മാസം, ഓണത്തിനു മുമ്പ് 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് മുഴുവൻ കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ട് അവസാനം 2 മാസത്തെ പെൻഷനാണ് കൊടുത്തത്. KSRTC പെൻഷൻകാരിൽ ബഹുഭൂരിപക്ഷവും പെൻഷൻ അല്ലാതെ മറ്റൊരു വരുമാനവും ഇല്ലാത്തവരാണ്. KSRTC പെൻഷൻകാർ സർവീസിലിരിക്കുമ്പം തന്നെ രോഗികളായി മാറുന്നവരാണ്. ഇപ്പോൾ പെൻഷൻ തുകയിൽ നല്ലൊരു പങ്ക് ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നവരാണ്. ഈ പെൻഷൻ കൃത്യമായി കിട്ടിയാൽ തന്നെ ജീവിച്ചു പോകാൻ കഴിയാത്തവരാണ് കൂടുതൽ. ഇങ്ങനെ കഷ്ടപ്പെടുന്ന നിരാലംബരും വൃദ്ധന്മാരും വൃദ്ധകളുമായ KSRTC പെൻഷൻകാരും മരിച്ചുപോയ പെൻഷൻകാരുടെ വിധവകളുമായ പാവങ്ങൾ മരുന്നിനും ആഹാരത്തിനും വഴി കാണാതെ കഷ്ടപ്പെടുകയാണ്. ഇതിനോടകം 6 പെൻഷൻകാർ ജീവിതം വഴിമുട്ടി ആത്മഹത്യയിൽ അഭയം തേടി കഴിഞ്ഞു. ഈ നില തുടർന്നാൽ മറ്റുള്ള പലരും ആ വഴി തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും. കാലാകാലങ്ങളിൽ ഭരിച്ചിട്ടുള്ള വകുപ്പ് മന്ത്രിമാരും അവരുടെ പാർശ്വവർത്തികളായി വന്നിട്ടുള്ള മാനേജിംഗ് ഡയറക്ടർമാരും മറ്റു വകുപ്പ് മേധാവികളും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും നടത്തിയിട്ടുള്ള അഴിമതി മൂലമാണ് ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതും സാധാരണക്കാർ അവരുടെ യാത്രയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നതുമായ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് ഇന്നത്തെ ദുർഗതി വന്നിട്ടുള്ളത്.
ഇതിന്റെ പാപഭാരം ചുമക്കേണ്ടത് ജീവിതത്തിന്റെ യൗവനവും ആരോഗ്യവും ഈ സ്ഥാപനത്തിനു വേണ്ടി ഹോമിച്ച് കഠിനാധ്വാനം ചെയ്ത ഇന്നത്തെ പെൻഷൻകാരും. കേരളത്തിന്റെ സ്വന്തം KSRTC ഇന്ന് നിലവിലിരിക്കുന്ന തൊഴിലാളികൾക്ക് തന്നെ വേതനം നൽകുവാൻ പെടാപ്പാടുപെടുമ്പോൾ ഇന്നലെ പടിയിറങ്ങിപ്പോയ പെൻഷൻകാർക്ക് വേണ്ടി എന്ത് ചെയ്യുവാനാണ് ഇനി തീരുമാനിച്ചിട്ടുള്ളത്? സിറ്റിസൺ റിപ്പോർട്ടർക്ക് വേണ്ടി ബിന്ദു വിനോദ്. ബിന്ദു, KSRTCയിലെ പെൻഷൻകാർ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച് ബിന്ദുവിൻ്റെ വാർത്ത കണ്ടു കഴിഞ്ഞു. നമ്മുടെ ജഡ്ജിങ് പാനൽ എന്ത് പറയും നോക്കാം. ആദ്യം മാധവൻകുട്ടി സാർ. തൊഴിലാളികൾക്ക് വേതനം കിട്ടാൻ വൈകുന്നു എന്നുള്ള രീതിയിലാണ് കണ്ടക്ടർമാർ നിന്നുകൊണ്ടിരിക്കുന്നു, ഡ്രൈവർമാർ ഇരിക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ റിപ്പോർട്ടിൻ്റെ സബ്ജക്റ്റ് പെൻഷനർമാരാണ്. അത് മറന്ന പോലെ തോന്നി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാൻ വൈകുന്നു എന്നാണ് ഞാൻ ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. അല്ലേ, അങ്ങനെയല്ലേ തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നു. പക്ഷേ അതാണ് നമ്മുടെ വാർത്ത എപ്പോഴും നമ്മുടെ ഒരു ഏകാഗ്രമായി മനസ്സിൽ സൂക്ഷിക്കണം. അതായത് നമ്മൾ ചെയ്തത് ഒരിക്കലും വിഷയം തെറ്റരുത്, അടിസ്ഥാനപരമാണ്. ആരെപ്പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് വാർത്തയുടെ അടിസ്ഥാനമാണ്, അതൊരിക്കലും തെറ്റരുത്. പക്ഷേ വിഷ്വൽസും അതിലെ നരേഷനും അതിനോട് ഇണങ്ങി തന്നെയാണ് പോയത്. പക്ഷേ ഈ നരേഷന് കുറച്ച് വേഗം കൂടിയെന്ന്, കുറച്ചുകൂടി നിർത്തി ആ വിഷയത്തിലേക്ക് ആളുകളെ കടക്കാൻ അനുവദിക്കാതെ KSRTCയുടെ സ്പീഡിൽ നിർത്താതെ പോകുന്ന സ്പീഡുണ്ടല്ലോ, ആ സ്പീഡ് പോലെ നമ്മൾ റിപ്പോർട്ടർ പറയരുത്. കുറച്ചുകൂടി ഇടവേളകൾ നൽകിക്കൊണ്ട് ചെയ്യാൻ കഴിയണം. പിന്നെ ഒരു കാര്യം കൂടി ഞാനൊരു സജഷൻ പറയുകയാണ്. ഇവിടെ എനിക്കിഷ്ടപ്പെട്ട അതിലൊരു സൂചന, വിധവകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ശ്രദ്ധിച്ചു, ബിന്ദു തന്നെ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു. വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു വാക്ക് നമ്മൾക്ക് തന്നെ പറഞ്ഞതാണ് വിധവ. അപ്പോൾ അതിൽ പിടിക്കണം. പിന്നീട് ചിന്തയും ക്യാമറയും നരേഷനും ഒക്കെ അതിലേക്ക് പോകുകയും അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തുകയും വേണം. അഭിനന്ദനങ്ങൾ. ബിന്ദു ടീച്ചർ, കഴിഞ്ഞ 3 റൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് സിറ്റിസൺ റിപ്പോർട്ടർ ആവാനുള്ളൊരു എല്ലാ പരിശ്രമവും വിജയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു. അതിന് അഭിനന്ദനങ്ങൾ. ഇതിൽ സാർ പറഞ്ഞ പോലെ അതിൻ്റെ ഫോക്കസ് പോയി. പെൻഷൻകാർ എന്ന് പറഞ്ഞിട്ട് എത്തുമ്പോൾ ആദ്യം അവരുടെ ഇപ്പോഴുള്ള ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, പെൻഷൻകാരുടെ പിന്നീട് വന്നു, പിന്നെ വിധവകളുടെ, പെൻഷനേഴ്സിൻ്റെ വിധവകളുടെ, അത് ആ ഒരു രീതിയിൽ ആദ്യം പെൻഷനേഴ്സ്, അവരുടെ വിധവകൾ, അത് കഴിഞ്ഞിട്ട് ഒടുവിൽ ജനറലായിട്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പറയാമായിരുന്നു. പെൻഷൻ കൃത്യമായി കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ 1-2 കാര്യങ്ങൾ കൂടി ഉള്ളത്, നീ പറഞ്ഞ പോലെ സ്പീഡ് കുറച്ച് കൂടി, അതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നാനി ചേച്ചി, എന്ത് തോന്നുന്നു ബിന്ദുവിൻ്റെ വാർത്ത? നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. എൻ്റെ ഫാദർ വളരെ രസികനായൊരു ആളായിരുന്നു. അത് ഇപ്പോൾ ഹരീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്. പുള്ളി പറയായിരുന്നു ഈ KSRTC ബസ്സിൽ അന്ന് ഭയങ്കര ഇടിയും തള്ളും കയറിയാൽ. അപ്പോൾ പപ്പ പറയുമായിരുന്നു ഈ KSRTC ബസ്സിൽ കയറുന്നത് കല്യാണം കഴിക്കുന്ന പോലെ, കയറിയാൽ പിന്നെ ഇറങ്ങാനും പറ്റത്തില്ല, ഇറങ്ങിയാൽ പിന്നോട്ട് കയറാനും പറ്റത്തില്ല എന്ന് പറയാം. നിരന്തരം അങ്ങനെ പറയുമായിരുന്നു പപ്പ. പക്ഷേ അത് ആ കാലത്ത് ആൾക്കാർ അത്രയും ആശ്രയിച്ചിരുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ. പിന്നീട് അവർ പെൻഷൻ ഇല്ലാതെ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, എല്ലാ ജീവനക്കാർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ പിന്നീട് അവർ പെൻഷൻ ഇല്ലാതെ ജീവിതകാലം മുഴുവൻ വളയം പിടിച്ചു. അത് വളരെ ശ്രമകരമായ ജോലി. ഇപ്പോൾ ഒരു ലോങ് സർവീസൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് രാത്രിയിൽ എത്തിച്ചേരുന്നു അല്ലേ. വളരെ ശ്രമകരമായ ജോലിയാണ് അവർ ചെയ്യുന്നത്. എപ്പോഴും അവർക്ക് നിരന്തരമായ ജാഗ്രത വേണ്ട ജോലി. അപ്പോൾ അത് ചെയ്തു. പിന്നീട് ആരോഗ്യപരമായ കാരണങ്ങളുണ്ടാവും. ഈ തരത്തിൽ കഠിനാധ്വാനം ചെയ്തതിൻ്റെ പെൻഷൻ തീർച്ചയായും അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് നല്ലൊരു വിഷയം തന്നെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ അതിനുണ്ടായിരുന്ന സെൻറ്റൻസിൻ്റെ ഘടന കുറേ നിർത്തേണ്ട അടുത്ത് ഈ സ്റ്റോറി നിർത്താതെ പോയി. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നീളത്തിലങ്ങ് പോയി. അത് മാത്രം മാറ്റിയാൽ മതി. ബാക്കി നന്നായിരുന്നു. നന്നായി. താങ്ക് യു. ബിന്ദുവിൻ്റെ വാർത്ത നമ്മൾ കണ്ടു, വിലയിരുത്തി. ഇനി വാർത്തയുമായി എത്തുന്നു നിതിൻ രാജ്. കമ്പ്യൂട്ടർ കീബോർഡിൻ്റെ വലിപ്പം 6 വിരലുകളിലേക്ക് ചുരുക്കി ലോകത്തിലെ ഏതു ഭാഷയും ടൈപ്പ് ചെയ്യാൻ ഐബസ് ശാരദാ ബ്രെയിൽ എന്ന നളിൻ സത്യൻ്റെ കണ്ടുപിടുത്തം ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് അംഗീകരിച്ചു.
ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ട അക്ഷരങ്ങളും അക്കങ്ങളും ടൈപ്പ് ചെയ്യാനും ലാംഗ്വേജ് എഡിറ്റിംഗ് എന്നിവ നടത്താനും നളിൻ്റെ ഐബസ് ശാരദാ ബ്രെയിലിന് കഴിയും. എൻ്റെ അച്ഛന് വേണ്ടിയിട്ടായിരുന്നു. അച്ഛന് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ CUCR എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ പ്രോജക്റ്റ് എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പ്രിൻ്റ് റീഡിങ് സാധ്യമാക്കാൻ വേണ്ടി ഓപ്പൺ സോഴ്സ് OCR എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന ഒരു യൂസർ ഇൻ്റർഫേസ് മാത്രമായിട്ടായിരുന്നു. കാഴ്ചയില്ലാത്തവർ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ബ്രെയിൽ ലിപിയുടെ സാങ്കേതിക വശം കീബോർഡിലേക്ക് പകർന്നാണ് നളിൻ പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത്. നേടിയ അംഗീകാരത്തിൻ്റെ മുഴുവൻ കടപ്പാടും നളിൻ നൽകുന്നത് പൂർണ്ണ അന്ധനായ അച്ഛനാണ്. കാസർഗോഡ് വിദ്യാനഗർ ഗവൺമെൻറ് അന്ധവിദ്യാലയത്തിലെ അധ്യാപകൻ K സത്യശീലൻ്റെയും ശാരദയുടെയും മകനാണ് കാസർഗോഡ് ദേളി സഅദിയ കോളേജിലെ 3ാം വർഷ BSc വിദ്യാർത്ഥി കൂടിയായ നളിൻ സത്യൻ. F, D, S, J, K, L എന്നീ കീകളിൽ 63 തരം സന്ധി വിന്യാസങ്ങൾ ഉണ്ടാക്കിയാണ് വാക്കുകളുടെ ലോകത്തെ നളിൻ 6 കീകളിൽ കുടുക്കിയത്. അച്ചടി മാതൃകയിലുള്ള കോപ്പികൾ വായിച്ചു കേൾപ്പിക്കും വിധത്തിൽ സോഫ്റ്റ്വെയറുകൾ നിലവിലുണ്ടെങ്കിലും 500,000-ലധികം രൂപ വരുന്ന ഇവയൊക്കെയും കാഴ്ചയില്ലാത്ത നിർധനർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇത് തിരിച്ചറിഞ്ഞ് ലിനക്സ് ഇൻ്റലിജൻറ്റ് OCR സൊല്യൂഷനും പിതാവും മകനും ചേർന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മകൻ പ്രോഗ്രാമറും അച്ഛൻ യൂസറുമായതിനാൽ സോഫ്റ്റ്വെയർ പോരായ്മകൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞെന്നും ഇവർ പറയുന്നു. അച്ഛൻ്റെ ഉൾക്കാഴ്ചയും മകൻ്റെ പ്രോഗ്രാമിംഗ് പാഠവും ചേരുമ്പോൾ ഇവിടെ പുതിയ സാങ്കേതികവിദ്യ ജനിക്കുന്നു. കാഴ്ചയില്ലാത്തവർക്കും കാഴ്ചയുള്ളവർക്ക് ചിലത് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് എന്ന് തന്നെയാണ് ഈ കുടുംബത്തെ നല്ല സ്റ്റോറിയായിരുന്നു, നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. പക്ഷേ ഈ മനസ്സിലായില്ല. സാധാരണക്കാർക്ക് ഇപ്പോൾ നിതിൻ അതിൽ ഇത്രയും ആലോചിച്ചാൽ മതി. കണ്ണില്ലാത്ത ഒരാളാണിത് കേൾക്കുന്നതെങ്കിൽ അവർക്കും മനസ്സിലാവണം. അത്രയും ക്ലിയർ ആവണം ഒരു സ്റ്റോറി. തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക. അത് വളരെ ഒഴുക്കോടെ അല്ലെങ്കിൽ അത് ക്രമാനുഗതമായി അവതരിപ്പിക്കുക. അത് കേൾക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാവും. 2 മത്സരാർത്ഥികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ബിന്ദുവിൻ്റെ മന്ത്രിക്കൊരു കത്തും അതുപോലെ നിതിൻ രാജിൻ്റെ കൗതുക വാർത്തയും. ഇനി ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ട് 2014 പവേർഡ് ബൈ IIIQവിൽ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അഴിമതിയുടെ വാർത്തയുമായി ഫ്രാൻസിസ് ജോൺ എത്തും. കാത്തിരിക്കുക. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ട് 2014 പവേർഡ് ബൈ IIIQവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. 3ാമത്തെ മത്സരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മത്സരാർത്ഥി എത്തുന്നു ഫ്രാൻസിസ് ജോൺ. 10,000-കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഏക മാർക്കറ്റാണിത്. എല്ലാ വർഷവും ലക്ഷങ്ങൾ മുടക്കി പുതുക്കി പണിയുന്ന മാർക്കറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെയില്ല. മഴ പെയ്താൽ ഈ മാർക്കറ്റിനുള്ളിലേക്ക് കടന്നു വന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്.
പൊളിച്ച കടകളുടെ അവശിഷ്ടങ്ങൾ ഒട്ടും സ്ഥലസൗകര്യമില്ലാത്ത മാർക്കറ്റിനുള്ളിൽ വലിച്ചു വാരിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പല കച്ചവടക്കാരും ഇതിൻ്റെ ശോചനീയാവസ്ഥ ഞങ്ങളോട് പറയാൻ പേടിക്കുന്നു. എങ്കിലും ഈ മാർക്കറ്റിൽ പണിയെടുക്കുന്ന കൽക്കത്ത സ്വദേശി ഞങ്ങളുടെ കൂടെ ചേർന്നു. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. ये मार्केट में जितना दुकान है लेकिन काम करने का ज़्यादा आदमी है. इधर बाथरूम नहीं है, पानी पीने का कोई टैप नहीं है, इसकी ज़्यादा प्रॉब्लम है. हम तो इधर 2 साल से काम कर रहा है. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു മാർക്കറ്റ് ഇവിടെ പണിയുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ഈ വേസ്റ്റുകളെല്ലാം മാറ്റി ഇത് നല്ലൊരു മാർക്കറ്റായി കൊണ്ടുവന്നാൽ എല്ലാം കൊണ്ടും കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. കളമശ്ശേരി മാർക്കറ്റിൽ നിന്ന് ഫ്രാൻസിസ് ജോൺ, സിറ്റിസൺ റിപ്പോർട്ടർ. വാർത്ത കണ്ടു. ഇനി വിലയിരുത്തലുകളിലേക്ക് കടക്കാം അല്ലേ? കടക്കാം. വിധികർത്താക്കളോട് ചോദിക്കാം. മതംകുട്ടി സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ഷുഭിത വാർദ്ധക്യം എന്ന് വാക്ക് പറഞ്ഞു. വാർദ്ധക്യം വൃദ്ധനായിട്ടില്ല എങ്കിലും സാധാരണ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ക്ഷുഭിതരാകുന്നത് നമ്മളുടെ കാലം വെച്ചു വൃദ്ധന്മാരും ഒക്കെ ക്ഷുഭിതരാവുന്നൊരവസ്ഥയിലേക്കാണ് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 1-2 കാര്യങ്ങൾ, ഇത് ഒരു എളുപ്പത്തിൽ സൃഷ്ടിക്കാവുന്ന വാർത്തയാണ്. ഏത് മാർക്കറ്റും അഴുക്കും അവശിഷ്ടങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഒരു ദിവസം അവസാനിപ്പിക്കുക. പക്ഷേ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു, ഈ മലയാളിയുടെ ഭീരുത്വം. അത് അറിയാതെ ഈ റിപ്പോർട്ടിൽ പ്രകടിപ്പിച്ചു. ഒരു സാമൂഹ്യ ശാസ്ത്രപരമായ ഒരു ഉൾക്കാഴ്ച എനിക്ക് തന്നു. ഒരു മലയാളിയും ഫ്രാൻസിസ് ചേട്ടനോട് തെളിവ് ഹാജരാക്കാൻ ധൈര്യപ്പെട്ടില്ല. ഒരു കൽക്കട്ടക്കാരൻ അയാളുടെ ഭാഷയിൽ പറഞ്ഞു. അതിന് നല്ലൊരു ഈ വാർത്തയ്ക്ക് താങ്കൾ ആലോചിച്ചതിൽ കൂടുതലൊരു സൗന്ദര്യം തന്നു. ഭാവിയിൽ നല്ല സ്റ്റോറികൾ ചെയ്യാൻ കഴിയട്ടെ എന്ന്. നമ്മുടെ സീനിയർ സിറ്റിസൺ റിപ്പോർട്ടർ, ഇതിൽ ഫ്രാൻസേട്ടൻ്റെ പ്രശ്നം ഇപ്പോൾ വേസ്റ്റ് ആണോ അതോ കമ്മീഷൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്? കമ്മീഷൻ എനിക്ക് വേണ്ട. അതല്ല ഈ ലക്ഷങ്ങൾ, ഞാൻ കമ്മീഷൻ എന്ന് ഉദ്ദേശിച്ച് ഇതിന് കാലാകാലം പുതുക്കി പണിയും എന്ന് പറഞ്ഞല്ലോ, അതിലെ ലക്ഷങ്ങൾ, അതിലെ കമ്മീഷൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണോ അതോ വേസ്റ്റ് മാറ്റുന്നില്ല എന്നുള്ളതാണോ? വേസ്റ്റ് മാറ്റുന്നില്ല, കമ്മീഷൻ പോകുന്ന വഴി എനിക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഇതില് തുടങ്ങിയത് അഴിമതി, ലക്ഷങ്ങൾ എങ്ങോട്ട് പോകുന്നു. പക്ഷെ ഒടുവിലെത്തിയത് ഇവിടുത്തെ വേസ്റ്റ് മാറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു നമ്മളെ എന്താ പറയുക, ഒരു സീനിയർ സിറ്റിസണിന് ഒട്ടും യോജിക്കുന്നതായില്ല എന്നാണ് ഞാൻ പറയാം. ഒരു അഴിമതി കഥ അല്ലേ? അങ്ങനെയായിരുന്നു നിങ്ങളുടെ അടുത്ത് ടാസ്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഫ്രാൻസേട്ടന് ബോധ്യമുണ്ടല്ലോ, ശരിയായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. ശരി, ഓൾ ദ ബെസ്റ്റ്. ഫ്രാൻസേട്ടന് ഭയങ്കര പേടിയുണ്ട് അല്ലേ? CPM പേടിയുണ്ട്, അഴിമതി പേടിയുണ്ട്, കമ്മീഷൻ പേടിയുണ്ട്, എല്ലാം ഉണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഒരു ചെറിയ പ്രശ്നമാണിത്. ആ പ്രശ്നമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അഴിമതിയും പിന്നെ ബാക്കിയൊക്കെ മാറ്റിവെക്കാം അല്ലേ? ഇവര് അവിടെ ഇരുന്ന് ഇത് സഹിക്കുന്ന സാധാരണ മനുഷ്യന് വേണ്ടി സംസാരിച്ചു. നന്നായിട്ടുണ്ട്. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിൽ ഒരു ചെറിയ ഇടവേള. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇനി മാർക്കുകളുടെ നേരമാണ്. മാർക്കറിയേണ്ട സമയം. മത്സരാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിധികർത്താക്കളുടെ വിലയിരുത്തലുകൾ നമ്മൾ കേട്ടു. പ്രേക്ഷകരും ഇതേ വിലയിരുത്തലുകൾ അവരുടെ മനസ്സിൽ കുറിച്ചിട്ടുണ്ടാകാം. ഇനി നമുക്ക് മാർക്കറിയണം. മാധവൻകുട്ടി സാർ, ബിന്ദുവിൻ്റെ ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ടിന് 6.5 പോയിന്റ്. നിതിൻ രാജ്, അഭിനന്ദനങ്ങൾ. വളരെ നല്ല ആയിട്ട് ഞാൻ വിലയിരുത്തുകയാണ്. 8.5. ഫ്രാൻസിസ് ചേട്ടൻ, താങ്കളുമായിട്ട് സംവേദിക്കുക എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷവും ഒരു ആനന്ദവുമാണ്. ഒരു വിലയിരുത്തുന്നതിനപ്പുറം ഒരു വീട്ടുവർത്തമാനം പറയുന്ന സുഖത്തിൽ ഇങ്ങനെ താങ്കളുടെ റിപ്പോർട്ടും ഒരു വീട്ടുവർത്തമാനം പോലെ ആയതുകൊണ്ട്
അത് എൻട്രി ഫ്രാൻസിസ് ചേട്ടൻ്റെ എൻട്രി നിരസിക്കുകയാണ്. ഇവർ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന റിജക്റ്റഡ് എന്നാണ്. അത് റിജക്റ്റഡ് എന്നുള്ള വാക്കിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി പരിഗണിക്കുന്നില്ല എന്ന് ഞാൻ മത്സരത്തിന് പരിഗണിക്കുന്നില്ല. ഈ വിഭാഗത്തിലെ മത്സരത്തിന് ഫ്രാൻസിസ് ചേട്ടന് പരിഗണിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫ്രാൻസിസ് ചേട്ടൻ്റെ ഒരു കഴിവിനെയും വിലയിരുത്തുകയല്ല, അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിൻ്റെ ജനുസിൽപ്പെട്ട പത്രപ്രവർത്തനത്തിൻ്റെ മത്സരത്തിന് പരിഗണിക്കും തീർച്ചയായും. ഹരീഷേട്ടാ. ബിന്ദു 10ൽ 6. നിതിൻ രാജ് എന്തായാലും 10ൽ 8 മാർക്ക്. ഫ്രാൻസേട്ടാ, നേരത്തെ പറഞ്ഞു നമ്മുടെ ഫോക്കസൊക്കെ പോയി അഴിമതിയിൽ തുടങ്ങി മാലിന്യ നിർമ്മാർജ്ജനത്തിലാണ് എത്തിച്ചത്. അതുകൊണ്ട് ഞാൻ മുഖം നോക്കാതെ, ഫ്രാൻസേട്ടൻ്റെ മുഖം നോക്കാതെ ഞാൻ വിധി പറയും. റിജക്റ്റഡ്. ബിന്ദുവിന് ഞാൻ 7 മാർക്ക്. ഇതിൻ്റെ സ്റ്റോറി നന്നായിരുന്നു, 8 മാർക്ക്. ഫ്രാൻസേട്ടാ, ഇവര് രണ്ടുപേരും ഞാൻ എന്താ മൂന്നാമത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റിജക്റ്റഡ് എന്ന് പറയേണ്ടി വന്നില്ല. ഫ്രാൻസേട്ടൻ പറഞ്ഞു. വിഷമിക്കണ്ട ഫ്രാൻസേട്ടാ, നല്ല സ്റ്റോറി ആയിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഞാൻ ഇതിൽ പങ്കെടുക്കുക എന്നുള്ള മാത്രമേ ലക്ഷ്യമുള്ളൂ. അല്ലാതെ ഇത് പ്രൈസ് കിട്ടണം അല്ലെങ്കിൽ ഇതിൽ ജോലി കിട്ടണം അങ്ങനെയുള്ള ഉദ്ദേശമേ ഇല്ല. അതാ ഞാൻ പറഞ്ഞ, കണ്ടത് വിളിച്ചു പറഞ്ഞു. നന്നായിരുന്നു. അപ്പൊ താങ്ക് യു. അപ്പോ ഞാൻ റിജക്റ്റഡ് എന്ന് പറയണോ? എന്നെ കൊണ്ടത് പറയും. അതുകൊണ്ടാണ് റാണി ഞാൻ അദ്ദേഹത്തിന് മുഖത്ത് നോക്കാതെ പറഞ്ഞു. മുഖത്ത് നോക്കിയാൽ ചിലപ്പോൾ ഇവിടെ മുഖത്ത് നോക്കി കഴിഞ്ഞ പ്രശ്നം. അതുകൊണ്ട് മുഖത്ത് നോക്കാതെ മുഖം നോക്കാതെ നടപടി എടുത്തു. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവർ ബെത്ത് പ്ലേക്ക് വേണ്ടി ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നിങ്ങളുടെ ഊഴം.